ഡോക്ടർ ഡൂമിന് സ്റ്റോം ബ്രേക്കർ വെറും 2 വിരലുകൾ കൊണ്ട് തടയാൻ ശരിക്കും കഴിയുമോ അതോ അത് MCUവിന്റെ അതിശയോക്തിയാണോ? ഡോക്ടർ ഡൂമും തോറും തമ്മിൽ ഏറ്റുമുട്ടിയാൽ ആരാണ് ജയിക്കുക? തോർ മാർവലിലെ ഏറ്റവും ശക്തരായ സൂപ്പർ ഹീറോകളിൽ ഒരാളാണ്. ഇടിമിന്നലിന്റെ ദേവനായ അദ്ദേഹത്തിന് അതിശക്തമായ ബലം, അസാധാരണമായ സഹിഷ്ണുത, ഇടിമിന്നലിനെയും കൊടുങ്കാറ്റിനെയും നിയന്ത്രിക്കാനുള്ള കഴിവ്, കൂടാതെ നൂറ്റാണ്ടുകളുടെ യുദ്ധപരിചയവുമുണ്ട്. മ്യോൾനിർ അല്ലെങ്കിൽ സ്റ്റോം ബ്രേക്കർ കൈവശമുണ്ടെങ്കിൽ കോസ്മിക് തലത്തിലുള്ള ശത്രുക്കളെ പോലും തകർക്കാൻ തോറിന് കഴിയും. എന്നാൽ ഡോക്ടർ ഡൂം ഒരു സാധാരണ മനുഷ്യനല്ല. അതുല്യമായ ബുദ്ധിശക്തി, അത്യാധുനിക സാങ്കേതികവിദ്യ, അതിശക്തമായ മാന്ത്രികവിദ്യ എന്നിവയുടെ സംയോജനമാണ് അദ്ദേഹത്തെ മാർവലിലെ ഏറ്റവും അപകടകാരികളായ വില്ലന്മാരിൽ ഒരാളാക്കുന്നത്. ശക്തികളുടെ താരതമ്യം. തോർ ദൈവസമാനമായ ശക്തിയും സഹിഷ്ണുതയും, ഇടിമിന്നലും കൊടുങ്കാറ്റും നിയന്ത്രിക്കാനുള്ള കഴിവ്, ആയിരക്കണക്കിന് വർഷങ്ങളുടെ യുദ്ധപരിചയമുള്ള യോദ്ധാവ്. മ്യോൾനിർ അല്ലെങ്കിൽ സ്റ്റോം ബ്രേക്കർ ഉപയോഗിക്കുന്നു. ദേവന്മാരെയും സെലസ്റ്റിയലുകളെയും ഉൾപ്പെടെ കോസ്മിക് തലത്തിലുള്ള നിരവധി ശത്രുക്കളെ പരാജയപ്പെടുത്തിയിട്ടുണ്ട്. ഡോക്ടർ ഡൂം മാർവലിലെ ഏറ്റവും മഹത്തായ ശാസ്ത്രജ്ഞരിൽ ഒരാൾ. ശക്തമായ മാന്ത്രിക വിദ്യയിൽ പ്രാവീണ്യം, ഫോഴ്സ് ഫീൽഡുകളും വിനാശകാരിയായ എനർജി ആയുധങ്ങളും ഉള്ള അത്യാധുനിക കവചം, ഊർജ്ജം ആഗിരണം ചെയ്യാനും മാന്ത്രിക പ്രതിരോധ ഭിത്തികൾ സൃഷ്ടിക്കാനും കഴിവ്, കൃത്യമായ തയ്യാറെടുപ്പും തന്ത്രങ്ങളും ഉപയോഗിച്ച് ശക്തരായ എതിരാളികളെ പോലും പരാജയപ്പെടുത്തിയിട്ടുണ്ട്. ആരാണ് ജയിക്കുക? തയ്യാറെടുപ്പില്ലാതെ മിക്ക സാഹചര്യങ്ങളിലും തോറാണ് ജയിക്കുക. കാരണം അദ്ദേഹത്തിന്റെ അസാധാരണമായ ശാരീരിക ശക്തിയും യുദ്ധപ്രാവീണ്യവും ഡൂമിനേക്കാൾ വളരെ കൂടുതലാണ്. തയ്യാറെടുപ്പോടെ ഡോക്ടർ ഡൂം അത്യന്തം അപകടകാരിയാകുന്നു. അദ്ദേഹത്തിന്റെ ബുദ്ധിശക്തിയും മാന്ത്രികവിദ്യയും കണ്ടുപിടുത്തങ്ങളും ചേർന്നാൽ ശക്തരായ എതിരാളികളെയും തോൽപ്പിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. ഗോഡ് എംപറർ ഡൂം. ഗോഡ് എംപറർ ഡൂം ആകുമ്പോൾ എല്ലാം മാറുന്നു. സീക്രട്ട് വാർസിൽ ബിയോണ്ടറുടെ ശക്തികൾ സ്വന്തമാക്കിയ ശേഷം അദ്ദേഹം യാഥാർത്ഥ്യത്തെ തന്നെ പുനഃസൃഷ്ടിച്ചു. ആ അവസ്ഥയിൽ ഗോഡ് എംപറർ ഡൂമിനെതിരെ നേരിട്ടുള്ള പോരാട്ടത്തിൽ തോറിൻ വിജയിക്കാൻ യാഥാർത്ഥ്യത്തിൽ ഒരു സാധ്യതയും ഇല്ല. MCUവിൽ ഇത് സംഭവിക്കുമോ? MCU സീക്രട്ട് വാർസ് കഥയെ പിന്തുടരുകയാണെങ്കിൽ ഡോക്ടർ ഡൂം ഫ്രാഞ്ചൈസിലെ ഏറ്റവും ശക്തനായ വില്ലനാകാൻ സാധ്യതയുണ്ട്. അതിനാൽ MCUവിൽ ഡോക്ടർ ഡൂം വെറും 2 വിരലുകൾ കൊണ്ട് സ്റ്റോം ബ്രേക്കർ തടയുന്നതായി കാണിച്ചാൽ അത് വെറും അതിശയോക്തിയാകണമെന്നില്ല. മറിച്ച് തോറിനേക്കാൾ ഉയർന്ന ശക്തിനിലയിലേക്ക് ഡൂം ഇതിനകം എത്തിയെന്നതിന്റെ സൂചനയായിരിക്കാം. ആ ഒറ്റ നിമിഷം തന്നെ അദ്ദേഹം ഗോഡ് എംപറർ ഡൂമായി മാറാനുള്ള ആദ്യ സൂചനയായി മാറുകയും MCU ഇതുവരെ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ഭീഷണിയായി അദ്ദേഹത്തെ അവതരിപ്പിക്കുകയും ചെയ്യാം.